ചേട്ടാ ഇപ്പോൾ 76 വയസ്സായി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാലത്തെ ഈ നമ്മളെ കഥകളിക്കൂട്ടിൻ്റെ അരങ്ങ് പരിചയത്തിൻ്റെ ഒരു അനുഭവം ഒന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ച് പറഞ്ഞു തരും. അല്ല, കഥകളിക്ക് നമുക്ക് തിരുത്തലൊന്നും വരുത്താൻ പറ്റില്ല. ഒരു കഥകളി ചെണ്ടക്കാരൻ എന്നുള്ള നിലയ്ക്ക് കഥകളിക്കാരൻ എന്ത് കാണിക്കുന്നോ, ആ കഥാപാത്രം എന്ത് കാണിക്കുന്നോ, ആ അവതരിപ്പിക്കുന്ന നടൻ എന്ത് കാണിക്കുന്നോ അതിനെ നമുക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കഥകളിക്ക് മേളക്കാർക്ക് സ്വാതന്ത്ര്യം നല്ല കുറവുണ്ട്. പക്ഷേ ആ കുറവ് നമ്മൾ പ്രകടിപ്പിക്കാറില്ല. നമ്മുടെ കുറവ് കുറവല്ല, ആ കുറവ് ഉണ്ടെങ്കിൽ അത് കഥകളിക്കാരുടെ കുറവാണ് എന്നും കൂടി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 64 കൊല്ലമായി അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. ഈ 64 കൊല്ലമായിട്ട് ചെണ്ടയെ കൊണ്ട് നടന്നിട്ട് എൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട്. കാരണം അത് തന്നെത്താനെ ഉണ്ടാക്കിയതുണ്ട്, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുപോയി ശരിയാക്കിയതുണ്ട്. അല്ലെങ്കിൽ അരങ്ങത്ത് നിൽക്കുമ്പം നമ്മളറിയാതെ ചില മാറ്റങ്ങൾ വരുത്തുക, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ രവിക്കൊക്കെ അറിയാമല്ലോ, നമ്മൾ കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഉണ്ടായതും ഞാൻ ഉണ്ടാക്കിയെടുത്തതും. ആ ഉണ്ടാക്കിയെടുത്തതിൻ്റെ കൂടെയുള്ളതാണ് ഈ മറ്റേ ത്രികാലം, ത്രികാലം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഇങ്ങനെയൊരു ത്രികാലം ഉണ്ടാകാമെങ്കിൽ, ഇങ്ങനെ അഷ്ടകലാശത്തിൻ്റെ ഞാൻ 3 കലാശം കൊണ്ടൊരു ത്രികാലം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പക്ഷേ അത് നമ്മൾ താളത്തിൻ്റെ തിളങ്ങേണ്ട സ്ഥലമൊക്കെ മാറ്റമുണ്ട്. ആദ്യത്തെ അടിക്ക് തിളങ്ങേണ്ട ആണ് മറ്റേ കലാശം ത്രികാലമായിട്ട് തിളങ്ങുന്നത്. മറ്റേതങ്ങനെയല്ല, അത് തുടങ്ങേണ്ട സ്ഥലം വേറെയുണ്ട്. അപ്പോൾ അവിടം വരെ കൊട്ടിയെത്തിക്കണം, അങ്ങനെ ഒരു സമ്പ്രദായം. അപ്പോൾ അത് ഉണ്ടാക്കിയെന്നാണ് പറയുക. പിന്നെ തന്നെത്താനെ ഉണ്ടായി വരുന്നത് ചിലത് ഒരുപാടുണ്ട്. അത് അരങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഒരിക്കൽ ഞാനും ഉണ്ണികൃഷ്ണനും തിരുനക്കര കോട്ടയം കളിയരങ്ങിലെ വാർഷികത്തിന് ഞാനും ഉണ്ണികൃഷ്ണനും ചെണ്ട, പൊട്ടുവെള്ളാസാനും നെല്ലുവായി നാരായണനാരും മദ്ദളം. അപ്പം ആ മേളപ്പത്തിന് പൊട്ടുവെള്ളാസാൻ ചെമ്പടവള്ളത്തിൽ ആ പഞ്ചാരിക്കൂട്ടിൽ കൊട്ടുന്നവരുണ്ട്. തത്തി തകണ തകി തക്ക തരണ എന്ന് പറഞ്ഞൊരു എണ്ണം ഉണ്ടല്ലോ പഞ്ചാരിക്കൂട്ടിൽ കൊട്ടുന്നത്. ആ എണ്ണം കൊട്ടി ഇത് കൊട്ടി. അത് കൊട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹം, ഇതെന്തുകൊണ്ട് എനിക്ക് പാടില്ല. അപ്പോൾ ഇവർ കൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് എൻ്റെ മനസ്സിൽ, ഈ നടയാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. ആ നട മനസ്സിൽ എൻ്റെ കിടന്നു. ചെമ്പടവട്ടം തുടങ്ങി ഈ എണ്ണ ഞാൻ കൊട്ടിയത്. ഉണ്ണികൃഷ്ണനോട് നേരത്തെ പറഞ്ഞു പറ്റൂല. പക്ഷേ ഉണ്ണികൃഷ്ണനെ എനിക്കറിയാം, എന്നെ ഉണ്ണികൃഷ്ണൻ അറിയാം. വിഷമിച്ചിട്ടുണ്ടാവും. ഉണ്ണികൃഷ്ണൻ വിഷമിച്ചിട്ടില്ല. എന്നാൽ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്, വിഷമിക്കുകയല്ല. കാരണം ഇങ്ങനെ ഒരെണ്ണം പ്രതീക്ഷ വരികയല്ലോ കൂടെ നിൽക്കുമ്പോൾ. ഒരു വിഷമം ഉണ്ടായില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി. അത് അന്നുണ്ടായതാണ്. അതുപോലെ കൃഷ്ണനാഥയുടെ മേളപ്പം കൊണ്ടുവന്ന സമയത്ത് നവഭായ്ക്ക് അപ്പം തോന്നിയ ഒരെണ്ണമാണ് കൊട്ടിയത്. ഒന്നുമില്ല, അത് ഞാൻ ചുമ്മാ ഇങ്ങനെ നമ്മൾ വെറുതെ നടക്കുമ്പോഴൊക്കെ എന്തെങ്കിലും പറഞ്ഞ് പോയിട്ടുള്ളത് പോലും അറിയില്ല. എല്ലാവരും സമത്തിനല്ലേ ഇറങ്ങാറ് എണ്ണം. ഇതങ്ങനെയല്ല, നക്കാം കിണ്ണകണക്കാം ഇത് കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണദാസും ആവപ്പാടെ എല്ലാം ഉണ്ട്. ആദ്യത്തേത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇതായിട്ട് പോവുകയും ചെയ്തു. അത് അയാൾ എനിക്കിട്ടും കുസുമജയ്ക്ക് ഇതുപോലെ വേറൊരെണ്ണം കൊണ്ട് തന്നു. അതിൽ ഞാനും ആദ്യം കുറച്ച് വിഷമിച്ചു, പിന്നെ അത് പൊരുത്തപ്പെട്ടു പോയി. അപ്പം അങ്ങനെ കൊണ്ടും കൊടുത്തും വേഷക്കാരുമായിട്ടും ശങ്കരമാർ രവിയൊക്കെ നിൽക്കുമ്പം, അരങ്ങത്ത് നിൽക്കുമ്പം ഉള്ള അനുഭവം വേറെയാണ്. ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്,
ആണുങ്ങളുടെ വേഷത്തിന് അല്ലെങ്കിൽ പുരുഷ വേഷത്തിന് ചെണ്ട മെയിനായിട്ട് കൊട്ടുക, മദ്ദളം താങ്ങുക. സ്ത്രീ വേഷത്തിൻ്റെ ഇളകിയാട്ടത്തിനാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീ പദങ്ങൾക്ക് അങ്ങനെയാണല്ലോ. മദ്ദളക്കാരൻ മെയിനായിട്ട് കൊട്ടുക, ചെണ്ടക്കാരൻ താങ്ങി തിരിക. അങ്ങനെ ഒരു സമ്പ്രദായം എൻ്റെ മനസ്സിലുണ്ട്. അത് നടക്കുമല്ലോ എന്ന് വെച്ചില്ല. എങ്ങനെ ഇപ്പം നമ്മൾ ഇളകിയാട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ചെണ്ട കൊട്ടുക, മദ്ദളം താങ്ങുക എന്നല്ലേ പറയാറേ. അതെ അതെ. ഞാൻ ഉദ്ദേശിക്കുന്നത് പുരുഷവേഷത്തിന് ചെണ്ട മെയിനായിട്ട് നിൽക്കുക, മദ്ദളം താങ്ങി തിരിക, ഇന്ന് ചെയ്ത പോലെ. സ്ത്രീ വേഷത്തെ കാണിക്കുന്ന സമയത്ത് മദ്ദളം മുദ്രയ്ക്കുന്ന ആട്ടത്തിന് നന്നായിട്ട് കൂടുക, ചെണ്ട താങ്ങി തരിക. ചെണ്ട താങ്ങി തരിക. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ നടക്കുമെന്ന് വിശ്വാസമില്ല. ഒരിക്കലും വിശ്വാസം വരില്ല. പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആര് മദ്ദളക്കാരായാലും നല്ല മദ്ദളക്കാരാണെങ്കിൽ ചെണ്ടയിലും മദ്ദളത്തേലും കേൾപ്പിക്കാവുന്ന ശബ്ദങ്ങൾ, വൈവിധ്യങ്ങൾ ഒരുപാടുണ്ട്. മദ്ദളത്തിന് സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ മദ്ദളത്തെ കേൾപ്പിക്കാവുന്ന ശബ്ദങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഉപദ്രവിക്കാറില്ല. ഇപ്പോൾ ഒരു കിളിയുടെ ഇതൊക്കെ ആണെങ്കിൽ രണ്ടുപേരും കൂടെ വണ്ടുമുകളൊക്കെ ആണെങ്കിൽ രണ്ടുപേരും ഞാൻ. മറ്റേത് ഈ പറഞ്ഞ പോലെ കിളിയുടെ ശബ്ദം ഞാനും ഇവിടെ കർണാകർണാന്ന് കൊട്ടിയിട്ടൊരു കാര്യമുണ്ടോ. അപ്പോൾ അത് ആ മദ്ദളക്കാരനെ ഞാൻ ആ മദ്ദളക്കാരനോട് വിട്ടുകൊടുക്കും. അപ്പോൾ അങ്ങനെയൊരു സമ്പ്രദായം. പിന്നെ ഈ മറ്റേ ഏകലോചനം, അതിന് രവിയായിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടായെന്ന് എനിക്ക് സംശയമുണ്ട്. കോപമോട് തന്നെ എന്നുള്ളതിന് ആ കോപത്തിന് ഞാൻ ചെണ്ട മാത്രം കൊട്ടുക. ശോകമാകുമ്പോഴത്തേക്കും മദ്ദളം മാത്രം കൂടുക. അതങ്ങനെ ഏറ്റിച്ചൊരുക്കുക. എന്നിട്ട് അവസാനം രണ്ടും കൂടി അതിനൊരു എന്താ പറയണ്ടത്, നല്ലൊരു ഭംഗി ഉള്ളതായിട്ട് ഈ ഇടയ്ക്കൊരു അനുഭവം ഉണ്ടായി. ചെങ്ങന്നൂർ വെച്ച് ഇത് ഇപ്പോഴത്തെ നല്ല ഒരു ചെണ്ടക്കാരൻ അങ്ങനെ പ്രവർത്തിച്ചു. അത് നമ്മുടെ സജനീവ് ഇത്തിത്താനുണ്ട്, അയാൾ പറഞ്ഞു അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം അപ്പം അതിൻ്റെ ഉപജ്ഞാതാവ് ഞാനാണെന്ന് പിന്നെയാണ് അറിയുന്നത്. അപ്പം എനിക്ക് കിട്ടേണ്ടിയിരുന്ന ഇതാണ് അത്. എന്നെപ്പറ്റി പറയാൻ ആളില്ലാതെ പോയി അവിടെ. അന്ന് ഞാനല്ല ചെയ്തത്, വേറെ കലാമണ്ഡലത്തിലെ 2 പേരാണ്. അപ്പോൾ അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാളോട് ആലോചിച്ചു, അത് ആശാൻ ഇങ്ങനെ കാണിച്ചു കണ്ടു, അപ്പോൾ അത് തോന്നിയതാണ്, അത് നന്നായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഇതില്ലേ. തീർച്ചയായിട്ടും. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ ചെയ്താൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. കൊട്ടിൽ ഇന്ന് കൊട്ടുന്നത് തന്നെ എണ്ണങ്ങൾ നവഭാഗ്യക്ക് ഒരു 10-16 എണ്ണമെങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. മുഴുവൻ നല്ലതാണെന്നോ മുഴുവൻ കൊട്ടുണ്ടെന്നോ അതൊന്നുമല്ല. അതുപോലെ നട മാറ്റങ്ങളോടുകൂടി ധാരാളം എണ്ണങ്ങൾ കൊട്ടുക എൻ്റെ ഒരിതാണ്. ഇരട്ടിവട്ടം മേളപ്പത്തിന് മുമ്പ് ഈ ചെമ്പടവട്ടത്തിൽ ഈ തനിയാവർത്തനം പോലെ ചെണ്ടക്കാരനും മദ്ദളക്കാരനും ഒക്കെ കൊട്ടിക്കൊണ്ടിരുന്നു. ഞാനായപ്പോൾ അത് മാറ്റി. ഇരട്ടിവട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ ചെണ്ടയും മദ്ദളവും തന്നെയല്ല, 4 പേരും കൂടി, ഡബിളാണെങ്കിൽ കുറേ കൂടെ. അപ്പോൾ 4 പേരും കൂടി ഒരു തനിയാവർത്തനത്തിന് രീതിയിൽ കൊണ്ടുപോയി കൊട്ടി കൂർപ്പിച്ച് അവസാനം ഒന്നുമില്ലായ്മയെന്ന് ഇട്ടകിടകിടകിടി എന്ന് പറഞ്ഞ ആ എണ്ണത്തിലേക്ക് കിടക്കുന്ന ഒരു സമ്പ്രദായം അതെപ്പോഴും എനിക്ക് കിട്ടാറില്ല. കാരണം 4 പേരും സഹകരിക്കേണ്ടതല്ലേ. ഇങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് ഇതിൽ തന്നെയല്ല. ഇപ്പം ഒരു 3-4 കഥകൾ, പുതിയ കഥകൾ ചിട്ടപ്പെടുത്താനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഒന്ന് ഇപ്പോഴും ധാരാളം നടക്കുന്നതാണ് ഗണപതി പ്രാതൽ. പിന്നെ മുഴുവൻ അവകാശപ്പെടാനില്ലെങ്കിലും ഇന്നത്തെ അർജുന വിഷാദ വൃത്തം ഞാനും വൈക്കം തങ്കപ്പൻ പിള്ളയാശാനും ഞങ്ങളൊക്കെ കൂടിയാണ് അത് ഇഷ്ടപ്പെടുത്തുന്നത്. രാജശേഖരൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ ആട്ടക്കഥകൾ സാഹിത്യപരമായിട്ടും, അപ്പോൾ അതിൻ്റെ താളങ്ങൾ, രാഗങ്ങൾ പോലും എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ, രാഗം കേട്ടാൽ അറിയില്ല. പക്ഷേ അത് പറയാം, ഇന്ന പദം പാടില്ലേ, അതുപോലെ ഉള്ളതായ തരക്കേടില്ല. പിന്നെ അതിൻ്റെ കാലമാറ്റം കൂടെ വരുമ്പം ഇപ്പം ഇതിനുമല്ലാതെ ഹംസത്വരി വേണം എന്ന് പറയാനൊന്നും എനിക്കറിയില്ല. കേട്ടാൽ നമുക്ക് കുറേയൊക്കെ അറിയാവുന്നുള്ളതല്ലാതെ.
അപ്പോൾ അങ്ങനെ ചിലതൊക്കെ ചെയ്യാൻ സാധിക്കും. ഗണപതി പ്രാതലൊക്കെ മെടുക്കൻ ചേട്ടൻ സംവിധാനം ചെയ്തതാ? ഗണപതി പ്രാതൽ? അതെ അതെ, ഞാൻ തന്നെയാണ് ചെയ്തത്, വേറെ ആരുമില്ല. ശേഖരൻ്റെ ഇതാണ് എന്താ വൈശ്രവണൻ. അതിനിടയ്ക്ക് അതിന് ശേഖരൻ്റെ ഒരു സംഭാവന ഗണപതിയുടെ ഒരു വട്ടമഞ്ച കലാശത്തിന് ഒരു ഇടക്കലാശം കൂടി കൂട്ടിച്ചേർത്തു. അതാണ് ശേഖരൻ്റെ എന്നുള്ള സംഭാവന. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം ഞാനൊരു പുതിയ സമ്പ്രദായം മറ്റേ അഷ്ടകലാശം, കല്യാണ സൗന്ദര്യ അഷ്ടകലാശം വടക്കോട്ട് എടുക്കുകയില്ല, അങ്ങനെയൊരു ധാരണ ഇപ്പോഴും കലാമണ്ഡലത്തിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. രാമകൃഷ്ണൻ എടുക്കില്ലായിരുന്നു, പിന്നെ അവസാന കാലമൊക്കെ ആയപ്പോഴേക്കും സ്ഥിരം അഷ്ടകലാശം എടുക്കുന്ന നിലയായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പം അതിന് വേറൊരു സമ്പ്രദായം എനിക്ക് തോന്നി. ഇതിൻ്റെ ഖണ്ഡങ്ങൾക്ക് ആരിഹ വരുന്ന ദീപൻ, അത് കഴിയുമ്പോൾ അവിടെ ഒന്നാമത്തെ കലാശം, വീരരസം ആ കലാശത്തിൻ്റെ രണ്ടാമത്തെ കലാശം, അല്ലേ ആനയുടെ കാര്യം പറഞ്ഞിട്ട് എന്താ അല്ലേ, ഖേദേന കേസരികൾക്ക് മുമ്പ് ആന അതിൻ്റെ മൂന്നാമത്തെ കലാശം, ഖേദേന കേസരികൾ നാലാമത്തെ കലാശം, മനസ്സിമമ എന്നിറങ്ങി കഴിഞ്ഞാൽ കൂട്ടക്കലാശം. ചെയ്തു നോക്കിയ ഞാനൊരിക്കൽ ഇത് പലരോടും പറഞ്ഞു, പലരും ചെയ്യാമെന്ന് പറഞ്ഞു. നെരിപ്പറ്റയായിട്ട് ഞാൻ ഒരിക്കൽ ഉണ്ടായി. എനിക്കത് കുറച്ചുകൂടെ നന്നായിട്ടെന്ന് തോന്നി. കാരണം ഈ രണ്ട് അത്രയാണ്. വടക്കൻ സമ്പ്രദായത്തിൽ അഷ്ടകലാശം എടുക്കുന്നില്ലല്ലോ. ഇത് അഷ്ടകലാശമല്ലോ, മറ്റേ കലാശം എടുക്കരുതെന്ന് പറയാൻ പറ്റുമോ? ഈ കലാശങ്ങൾക്കൊക്കെ അങ്ങനെയുള്ളൂ. പിന്നെ എനിക്ക് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ളത് ഈ കല്യാണ തോന്നത്തിൽ ഭീമസേനൻ്റെ ഇപ്പോഴത്തെ ഇളകിയാട്ടം ഒരു കാര്യമായിട്ടും എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ഇയാൾ ഈ സൗന്ദര്യം അന്വേഷിക്കാൻ പോവുകയാണോ, ആനയും മറ്റേ പാമ്പും കൂടെ പിടിക്കുന്നതാണോ, ഈ ചായല്യവും മനയോലയും പൊലിക്കുന്നതാണോ, ഇതൊന്നും ഇദ്ദേഹം അന്വേഷിക്കേണ്ട. ഇദ്ദേഹം ഒരു സൗന്ദര്യ ഉള്ള പൂവ് അന്വേഷിച്ച് പോകുന്നയാളാണ്. അതുതന്നെയാണ് പദത്തിലും പറഞ്ഞിരിക്കുന്നത്, പൂഞ്ചോറ് തോറും നടന്നു നല്ല പൂമലം അല്ലേ. ആ കാറ്റിൻ്റെ വിശേഷണം അത്. ആ കാറ്റത്താണ് പൂവെന്ന് വീണിരിക്കുന്നത്. ഈ പൂവ് അന്വേഷിച്ച് പോകേണ്ടതിന് പകരം പൂവ് മാത്രം അന്വേഷിക്കുന്നില്ല, ബാക്കിയെല്ലാം കാണിക്കുന്നത്. അപ്പോൾ ആ പഴയ സമ്പ്രദായം അനുസരിച്ച് ഒന്നോ രണ്ടോ ശ്ലോകങ്ങളൊക്കെ കാണിച്ചിരുന്നത് ആ സമ്പ്രദായം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ലക്ഷ്യം, നമുക്കൊരു ലക്ഷ്യം. ഇപ്പം രവി ഒരു തുണി എടുക്കാൻ പോവുക, പാൻറ്റും ഷർട്ടും എടുക്കാൻ പോവുക. ഇവിടെ ബാർബർ ഷോപ്പുണ്ട്, അത് നോക്കൂ, ഇല്ല. ഇവിടെ ബാറുണ്ട്, അത് നോക്കൂ, ഇല്ല. അവിടെ നമ്മുടെ ലക്ഷ്യം എന്താ? ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം മാറ്റിയെടുക്കണം എന്നാണ്. അവർ തെറ്റെന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. നേരെ തിരിച്ചാണ് ഭഗവതത്തിൽ ഭീമസേനൻ്റെ ആട്ടെ, ആ ബഗനെ കൊല്ലാൻ പോകുന്നതിൻ്റെ സകല ഇതുണ്ടേ, അത് തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുമ്പോഴാണ് ഇതിപ്പോൾ ഞാനല്ല ആട്ടം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ കൊട്ടിലും വേഷത്തിലും അങ്ങനെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തണ്ട, അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതൊക്കെ. അപ്പോൾ മുരുകൻ ചേട്ടന് ശിഷ്യഗണങ്ങൾ ആരൊക്കെ അല്ലെ, എങ്ങനെയൊക്കെ ഉണ്ടോ? ശിഷ്യന്മാര് ഉണ്ട്. ആരൊക്കെയാണ് ഈ പറഞ്ഞ പോലെ ഈ ഫീൽഡിലുണ്ടോ? പോറ്റമ്മയായിട്ടും പെറ്റമ്മയായിട്ടും ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയില്ലേ? അമ്മമാരും പലരില്ലേ. എനിക്ക് പെറ്റമ്മയായിട്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരു 3-4 പേരെ ശിഷ്യന്മാരായിട്ട്. കാരണം അരങ്ങത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരെയല്ലേ നമ്മളിപ്പം അങ്ങനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അല്ലാതെയുള്ള എൻ്റെ അടുക്ക പഠിക്കാൻ വന്ന 100-100 ചിലവാനും പേരുണ്ട്. ഞാൻ ഈ പഠിപ്പിക്കുന്നതിന് ശമ്പളം അല്ല കാശ് മേടിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവും കുറേ കഴിയുമ്പോൾ അവർ പോവും. അതൊന്നുമില്ലാതെ ഒരു 3-4 പേര് മര്യാദയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് മറ്റേ കിടങ്ങൂർ രാജേഷ്, ഒന്ന് എൻ്റെ മകൻ മനോജ്. അങ്ങനെ മനോജൻ ചേട്ടൻ്റെ അടുത്ത് അതല്ല എൻ്റെ മകനല്ലേ, എൻ്റെ മകനാണ്, ഞാൻ പഠിപ്പിച്ചതാണ്.
ഞാൻ പഠിപ്പിച്ചതേ അയാളുടെ ഉള്ളൂ. പിന്നെ രാജേഷിനെ പഠിപ്പിച്ചതും ഇതൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ ഞാൻ അന്നേരം ഞാൻ ചെയ്യുന്നതെന്താ അറിയോ, ആ ഗുരുസ്ഥാനം എൻ്റെ ആശാന് കൊടുക്കുക പതിവ്. അവരുടെ അരങ്ങേറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരാണ്, ആശാനാണ് അതൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമ്പ്രദായമാണ് എനിക്ക്. അപ്പോൾ ഇതിനൊന്നും സാമ്പത്തികം മേടിക്കാറില്ല. അല്ലാതെ ഇപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നാണെങ്കിലും അല്ലാതെയുള്ള ഇത് ആണെങ്കിലും ഒരുപാട് ആൾക്കാരുമായിട്ട് എൻ്റെ അടുക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും എന്നെ ഗുരുനാഥനായിട്ട് തന്നെ കണക്കാക്കുന്നത്. പിന്നെ എനിക്കൊന്നുകൂടി പറയാനുള്ളത്, അത് നമ്മളെ ഈ വടക്കൻ സമ്പ്രദായത്തിലുള്ള ഇതൊക്കെ പറഞ്ഞു. തെക്കൻ സമ്പ്രദായത്തിൽ അന്ന് 3-4 ചെണ്ടക്കാരുണ്ടായിരുന്നു. ഒന്ന് തിരുവല്ല ഗോപാലപ്പണിക്കരശൻ എന്ന് പറയും. അദ്ദേഹം ഈ കലാമണ്ഡലത്തിൽ ഇൻ്റർവ്യൂവിനൊക്കെ വരാറുണ്ട്, അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന ഇൻ്റർവ്യൂവിനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ നേരെ എതിരാണ്, വലത്തെ തോളത്താ ചെണ്ട ഇടുക, ഇടത്തെ കൈ ഉണ്ടോ കൊട്ടുക. അപ്പോൾ അന്നത്തെ കൊട്ടാണ്, ഇന്നത്തെ കൊട്ടായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല. അന്നത്തെ കൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുപോലില്ല എന്നല്ല, അവിടെ ഇവിടെയും ചില ഈ മാമ്പഴ പുളിശ്ശേരിയുടെ കഷ്ണം കിടക്കുന്ന മാതിരി ഉണ്ട്. നേർഗോളിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അങ്ങനെയാണ് അന്ന്. അത് ഗോപാലപ്പണിക്കരശാനെ നമുക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ കുറച്ചുകൂടെ പരിഷ്കരിച്ച് ഒരു സമ്പ്രദായത്തിലാണ് കണ്ടല്ലൂർ സദാശിവൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഈ കുറച്ച് ആര് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പാകത്തിന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു ഒരു പരിധി വരെ. അദ്ദേഹത്തിൻ്റെ മകനാണ് കണ്ടല്ലൂർ ഷാജി. പിന്നെ ഇപ്പോൾ ഷാജിയൊക്കെ മരിച്ചു, സദാശിവനൊക്കെ മരിച്ചു. ഇപ്പോൾ കണ്ടല്ലൂർ ഉണ്ണികൃഷ്ണനുണ്ട്, അദ്ദേഹം കളിക്കൊക്കെ ഓടി നടക്കുന്നുണ്ട്. പിന്നെ അന്ന് ആയാങ്കുടി ആശാനും വാരണാസിയായിരുന്നു. ഇവർ രണ്ടുപേരായിരുന്നു തെക്കൻ നാട്ടിലെ എന്താ പറയുക കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരും തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വാരണാസി ഇങ്ങോട്ട് പോകുന്നു, കലാമണ്ഡലത്തിലേക്ക് പോന്നു. ആശാൻ വയസ്സായി, അങ്ങനെയായി. ഇപ്പോൾ തെക്ക് വടക്ക് ഇഷ്ടംമാതിരി ചെണ്ടക്കാരാണ്. എല്ലാ ആൾക്കാർക്കും നല്ല അസലായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. എല്ലാം 90% കലാമണ്ഡലത്തിൽ നിന്നാണ് ഇറങ്ങിയിരിക്കുന്നത്. കലാമണ്ഡലത്തിൽ നിന്ന് അല്ലാതെ വന്നിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വേഷക്കാർ വളരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ കൊട്ടുകാരൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമല്ല, വേഷക്കാരൻ കാണിക്കുന്നതിനാണ് ചെണ്ടക്കാരൻ കൊട്ടുക, മേളക്കാരൊക്കെ കൂടണേ. തീർച്ചയായിട്ടും. ഇപ്പം ഈ ഇപ്പോഴത്തെ കഥകളിയുടെ ഒരു സമ്പ്രദായത്തിനോട് എനിക്ക് ശകലം വിയോജിപ്പില്ലായില്ല. എല്ലാവരും നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല. വേഷക്കാരും പാട്ടുകാരും മേളക്കാരും ഒക്കെ അസലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ചിട്ടകളിൽ ഒതുങ്ങുന്ന ഒരു രീതിയിലേക്ക് ഇപ്പം അരങ്ങത്ത് ചിട്ടക്കഥകൾക്കാണ്. അല്ലാതെ ചുരുക്കം ചില ആൾക്കാരൊക്കെ ഈ പുതുമ തേടി പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരെ കൂടുതൽ ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്വഭാവം അതാണ്. ആശാൻ പഠിപ്പിച്ചത് തന്നെ കൊട്ടുക എന്നുള്ളതല്ല. അപ്പോൾ ആ ഒരു ഇതുണ്ട്. എല്ലാവരും നല്ല കേമന്മാരാണ്, അവരുടെ വഴികളൊക്കെ നല്ലതാണ്. പക്ഷേ അവർക്ക് പ്രവർത്തിക്കാനുള്ള അരങ്ങുകൾ അതിതാണ്. അത് വേഷക്കാർ വേണം കൊടുക്കാൻ. മേളപ്പത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ചിട്ടക്കഥകൾ, ഇപ്പം ഒരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ രവി എത്ര ഉത്സവം കണ്ടിട്ടുണ്ടോ? ഒരു 15 കൊല്ലം മുമ്പ്, 12-15 കൊല്ലം കൂടുമ്പോഴാണ് ഒരു ഉത്സവം. ഒരു 4-5 കൊല്ലം കൂടുമ്പോഴാണ് ഒരു കാലവേദമൊക്കെ കാണാം. കളരിയിലുണ്ട്, അതില്ലാന്നല്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആ ലൈനിലേക്കാണ് കൂടുതൽ പോക്ക്. അതിന് ആസ്വാദകരുടെ സപ്പോർട്ടും. കാരണം പച്ചിലയും കത്രികയും അങ്ങനെയല്ലേ വരുമോ? കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാറ്റം ആവശ്യമുള്ളതാണ്. അത് മാറിക്കൊണ്ടിരിക്കണം. മാറിയില്ലെങ്കിൽ അതിന് കലയല്ല, അതിന് കല എന്ന് പേരിടാൻ പറ്റില്ല. ഇത്രയൊക്കെയാണ്. അടുത്തത് നമുക്ക് സമയം കഴിഞ്ഞു തുടങ്ങി. ഇപ്പം തന്നെ ഒരുപാട്. അപ്പോൾ അങ്ങേക്ക് ധാരാളം പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ.
അപ്പോൾ എല്ലാം ഒന്നും പറയണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് ഏതെങ്കിലും അല്ല പ്രധാനപ്പെട്ടത് ഒന്ന് പറഞ്ഞ് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. സ്വതേ ഈ പുരസ്കാരം തേടി നടക്കുന്ന ഒരു ആളല്ലായിരുന്നു ഞാൻ, ഇപ്പോഴും അല്ല. എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആരുടെയെങ്കിലും എന്നിൽ നിന്നല്ലാതെ ആരുടെയെങ്കിലുമൊക്കെ അവരുടെ റെക്കമെൻഡേഷൻ കൊണ്ടാവും കിട്ടിയിട്ടുള്ളത്. അതിന് തന്നെ ഉദാഹരണം കലാമണ്ഡലം അവാർഡ് 2 പ്രാവശ്യം കിട്ടി. അതിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം പലർക്കും അത്ഭുതമാണ്. ഞാൻ 2003 സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നു. 2005 കഥകളിക്കുള്ള അവാർഡ്, ചെണ്ടയ്ക്കുള്ള അവാർഡ്. അത് സംഗീതത്തിൽ നിന്നും പറഞ്ഞാണ് തരുന്നത്. ചെണ്ടയ്ക്ക് അവിടെ അവാർഡുണ്ടെന്ന് തോന്നുന്നില്ല, സംഗീതത്തിൻ്റെ ഇതിൽ പെടുത്തിയിട്ടാണ്. അത് 2005 അതും കിട്ടി. പിന്നെ സംഗീത നാടക അക്കാദമി അവാർഡ് 2014-15 മറ്റാണെന്ന് തോന്നുന്നത്. പ്രധാനം മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്കതിലൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതാണ് പുതുവളാശൻ്റെ പേരിലുള്ള കലാസാഗർ അവാർഡ്. അത് ആദ്യത്തെ അവാർഡ് ഉണ്ണികൃഷ്ണനും അടുത്ത അവാർഡ് എനിക്കുമാണ്. അത് ജനപ്രിയ ഇത് നോക്കി വോട്ടൊക്കെ നോക്കിയിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. അപ്പോൾ അതൊക്കെ ഒരു പുതുവളാശൻ്റെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്താ പത്മശ്രീ കിട്ടുന്നതിനുമൊക്കെ വലുതായിട്ടാണ്. നമ്മളെ ഗുരുനാഥനും കൂടിയല്ലേ. പിന്നെ ഓരോ ക്ലബ്ബുകളിൽ നിന്നും മറ്റേ വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒരുപാട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മനസ്സിൽ ഒരുപാട് വ്യക്തിപരമായിട്ട് വാരണാസിയുടെ പേരിൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്, ചെന്നിത്തലയുടെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, മാങ്കുളത്തിൻ്റെ പേരിലുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അത് സന്തോഷം. അപ്പോൾ ഇനി മുടുക്കൻ ചേട്ടൻ്റെ പിന്നെ മക്കളുടെ കാര്യം, കുടുംബം, എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അവളാണ് ശരിക്കും പറഞ്ഞാൽ അതാവണ്ടേ. എൻ്റെ 21-ാമത്തെ വയസ്സിൽ 22-ാമത്തെ വയസ്സിൽ വന്നതാണ്. ഇതുവരെ ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, സഹിച്ച് കഴിയാൻ ഏത് ആളുടെ കാര്യത്തിലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും അതിൻ്റെ പറഞ്ഞാൽ. പിന്നെ മൂത്ത മകനാണ്, അതെല്ലാവരും അറിയും. എത്ര മക്കളാണ്? എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്തയാൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ മനോജ്, മനു എന്ന് ഞാൻ വിളിക്കും. മനോജ് കുറവൂരിൽ നിന്നാണ്. അയാൾ ചെണ്ട കൊട്ടും. അപ്പോൾ അത് പഠിപ്പിച്ചത് ഞാനാണ്. താളങ്ങളൊക്കെ പഠിപ്പിച്ചു. അയാൾ താളത്തിലാണ് ഗവേഷണം ചെയ്തേക്കുന്നത്. അപ്പോൾ അയാൾ പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. PhD എടുത്തിട്ടുണ്ട് അദ്ദേഹം. PhD അല്ല MPhil എടുത്തതും താളത്തിനെ പറ്റിയാണ്. അത് ആരുടെയും സഹായം പോലും ഇല്ലാതെ കേരളത്തിൽ മൊത്തം ഓടി നടന്ന് 5-8 കൊല്ലം കൊണ്ടാണ് MPhil എടുത്തത്. PhDക്ക് അത്രയും വേണ്ടി വന്നില്ല. ഇപ്പം മലയാളത്തിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റാണ് ചങ്ങനാശ്ശേരി NSL മലയാളത്തിൻ്റെ. പിന്നെ കവിയാണ്. കവി എന്നുള്ള നിലയ്ക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നോവൽ 2-3 എഴുതിയിട്ടുണ്ട്. അങ്ങനെ സാഹിത്യപരമായിട്ടും അതിലൊക്കെ അത്ഭുതമായിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മകനെ കേമായിട്ട് പറഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കണ്ട. വ്യക്തി എന്ന നിലയിൽ ഇത്രയും വലിയൊരു ലൈബ്രറി വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വീട്ടിൽ അവനവിടെയാണ് താമസം. ഞങ്ങൾ ഒരുമിച്ച താമസമെങ്കിലും ഊണ് കഴിക്കാൻ വരുമ്പോൾ മാത്രമേ ഞങ്ങൾ, അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വരും മാത്രമേ ഉള്ളൂ. അതുവരെ പുസ്തകമായിട്ട് 1000-കണക്കിന് പുസ്തകങ്ങളാണ് അവിടെ. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള അയാൾക്കതുണ്ടാവുമല്ലോ. പിന്നെ അയാളുടെ ഭാര്യ SBIയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ കോട്ടയത്ത് തന്നെയാണ്. അവർക്ക് 2 കുട്ടികൾ. ഒരാളിപ്പം MA കഴിഞ്ഞ് നിൽക്കുന്നു, പെൺകുട്ടി. 2ാമത്തെ ആൾ എൻജിനീയറിംഗ് പഠിക്കുന്നു കുസാറ്റിൽ എറണാകുളത്ത്. 2ാമത്തെ മകൻ BI പബ്ലിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കേംബ്രിഡ്ജിൻ്റെ ഈ പുസ്തക കച്ചവടത്തിൻ്റെയാണ് അതിൻ്റെ ഏതാണ്ട് ചുമതലക്കാരൻ അയാളാണ് കേരളത്തിൽ. അയാളുടെ ഭാര്യ, മകൻ്റെ പേര്, 2ാമത്തെ മകൻ്റെ പേര് വിനോദ്. 2ാമത്തെ ആൾ, അയാളുടെ ഭാര്യ കുമാരനല്ലൂർ സ്കൂളിൽ HSA ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവർക്കും 2 ആൺകുട്ടികൾ. ഒരാൾ എൻജിനീയറിംഗിന് പഠിക്കുന്നു, ഒരാൾ +2. അങ്ങനെ
ഏതാണ്ട് ഇതൊക്കെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹവും ഇതൊക്കെ ചെണ്ട കൊട്ടി ഉണ്ടാക്കിയതാണ്. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ കുടുംബത്തിലെയോ ഒന്നും ഇതല്ല. എല്ലാം ഈ ചെണ്ട എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിൻ്റെ മുകളിൽ കൊട്ടി ഉണ്ടാക്കിയതിൻ്റെ തീർച്ചയായിട്ടും കൃതാർത്ഥതയോടു കൂടിയാണ് ഇനിയിപ്പം നാളെ അങ്ങോട്ട് മരിച്ചാലും. കാരണം എൻ്റെ കടവുകളൊക്കെ ഞാൻ ചെയ്തു കഴിയുന്നത്. ഇപ്പം പഴയ പോലെ എനിക്ക് അരങ്ങത്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇപ്പോൾ ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. പക്ഷേ ആ കുട്ടികളോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇന്ന് ഈ ചൊല്ലിയാട്ടത്തിന് കൂട്ടി നടക്കുന്ന സമ്പ്രദായം നിങ്ങളെ ആരും വഴക്ക് പറയാനില്ല. നിങ്ങൾക്ക് പ്രായപൂർത്തിയായി. ഇപ്പം സ്കൂളിൽ കളരി പഠിക്കുമ്പം അടിക്കുകയും ദേഷ്യം പറയാം. ഇപ്പം രവിയുടെ ആശാനുണ്ടെന്ന് വിചാരിക്കാൻ, രവി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താ തോന്നിയാസ കാണിച്ചത് പറയില്ലല്ലോ. അപ്പോൾ ആ പ്രായത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോഴേ. അവരൊക്കെ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്നെയോ രവിയോ അല്ലെങ്കിൽ വേറൊരു ആളെ പേരെടുത്ത് പറയാൻ അറിയില്ലല്ലോ. പേരെടുത്ത് പറയാൻ പാകത്തിന് ഒരു ഐഡൻറ്റിറ്റി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരിതുണ്ട്. അവനോട് എന്തിന് ചെയ്യുന്നോ അതിന് വ്യത്യസ്തമായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അന്തസ്സായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് അവർ ചെയ്യേണ്ടതുണ്ട്. അത് പാട്ടുകാരായാലും വേഷക്കാരായാലും മേളക്കാരായാലും. എനിക്കിപ്പം മേളക്കാരുടെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ചെണ്ടക്കാർ വേണം എന്ന് ഒരു അപ്പോളേ വിളിക്കാൻ ചേട്ടാ സമയം ആയി തുടങ്ങി. ഒരുപാട് നേരമായി. ഞാൻ ഒരുപാട് ബോറടിച്ചോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു അവസരം തീർച്ചയായിട്ടും അരങ്ങത്ത് ആണ് നമ്മൾ. അല്ല, നമ്മൾ ചെണ്ടയും മദ്ദളമാകുമ്പോൾ അങ്ങനെയല്ലേ ചോദ്യോത്തരം വേണ്ടി വരും ഞാൻ വിചാരിച്ചതല്ല. അതിലെന്തെങ്കിലും അങ്ങനെയൊന്നുമല്ല. എനിക്കത് ശീലമില്ലാത്തതുകൊണ്ടാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പിന്നെ ഇത് നേരിട്ടത്. നമ്മൾ അരങ്ങത്ത് ഒരുമിച്ച് കഴിയേണ്ട ആൾക്കാരല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴും വളരെ സന്തോഷം. ശരി, സന്തോഷം. അപ്പോൾ രവി ഇപ്പം എന്നെ ഒരുപാട് നേരമായി ചോദ്യം ചോദിച്ച് എന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചെണ്ടക്കാരനും രവി മദ്ദളക്കാരനുമാണ്. അപ്പോൾ ചെണ്ടക്കാരനോട് മദ്ദളക്കാരൻ ചോദ്യം ചോദിക്കുമ്പം ചെണ്ടക്കാരൻ മറുപടി പറയണം. ചെണ്ടയിലും എന്നുപോലെ പറഞ്ഞ പോലെ തന്നെ ചെണ്ടക്കാരൻ മദ്ദളക്കാരനോട് ചോദിക്കുമ്പോഴും മദ്ദളത്തിലാണെങ്കിലും ഇപ്പം വ്യക്തിപരമായിട്ടാണെങ്കിലും രവിയുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളും കൂടി വിശദമായിട്ടൊന്നും പറയണമെന്ന് ഞാൻ പറയുന്നില്ല. രവിയുടെ എന്താ പറയണ്ടേ, രവിയുടെ ഇന്ന് അറിയപ്പെടുന്ന കേരളത്തിൽ വിരലിലെണ്ണാൻ പാകത്തിന് ഉള്ളതിൽ ഒരാൾ രവിയാണ്. അതെല്ലാം ഞങ്ങൾക്കൊക്കെ അറിയാം. അതുപോലെ രവിയുടെ ഏട്ടനാണ് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ. അപ്പം ആ നിങ്ങളുടെ ആ രവി എന്താ പറയണ്ടേ കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും കൂടി നമുക്ക് പറഞ്ഞ് ഇത് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് വിശദമായിട്ട് വേണമെന്ന് ഞാൻ പറയുന്നില്ല. വേണ്ട, ഞാൻ വളരെ ചുരുക്കി ആട്ടം പറഞ്ഞ വളരെ ചുരുക്കിയിട്ട് ഞാൻ പറയാം. അങ്ങനെ ഒരു കലാപാരമ്പര്യം ഒന്നും അവകാശപ്പെടാൻ ഇല്ലാത്തൊരു കുടുംബത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഏട്ടൻ്റെയും എൻ്റെയും വരവ്. കുളത്തൂരല്ലേ? കുളത്തൂരാണ്. അച്ഛന് കുറേശ്ശെ ചെണ്ട ഉണ്ടായിരുന്നു, അത്ര കേമായിട്ടൊന്നുമില്ല. അങ്ങനെ അച്ഛൻ്റെ മോഹമാണ് ഞങ്ങൾ ചെണ്ട പഠിക്കണം. അങ്ങനെ ചെണ്ട പഠിച്ച് വന്ന് ഞങ്ങൾ ഒരാളെ കലാമണ്ഡലത്തിലേക്ക് ആക്കണം, ഒരാൾ മദ്ദളം പഠിക്കണം എന്നൊക്കെ അച്ഛൻ്റെ താല്പര്യം കൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് അവിടെയും ഇവിടെയും ആയത്, കലാമണ്ഡലത്തിലും കോട്ടക്കലും ആയത്. അങ്ങനെ പഠിച്ച് വന്നു ഞങ്ങൾ ഒരുമിച്ച് സദനത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സദനത്തിൽ ഉണ്ടായിരുന്നു, ജോലി ഉണ്ടായിരുന്നു. 1.5 കൊല്ലം ഏട്ടൻ അവിടെ ഇരുന്നു. കലാമണ്ഡലത്തിനൊക്കെ പോകുന്നു, കൊച്ചിൻ കൾച്ചർ സെൻറ്ററിൽ നിന്നൊക്കെ പോകുന്നു. സദനത്തിൽ കുറച്ചു കാലം ഏട്ടൻ ജോലി ചെയ്തു. ആ സമയത്ത് ഞാൻ എൻ്റെ കോഴ്സ് ഇവിടെ കഴിഞ്ഞ സമയമായിരുന്നു. ഞാൻ ഇവിടുന്ന് 1.5 കൊല്ലം സദനത്തിലും. അപ്പോൾ ഈ കോട്ടയ്ക്കൽ ആരൊക്കെയാണ് പഠിപ്പിച്ചത്? പാലൂർ അച്യുതൻ ആശാൻ അറിയാം. പിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? പാലൂർ അച്യുതൻ നായർ, ശങ്കരനാരായണ മേനോൻ, 2 അധ്യാപകരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അച്യുതാശാനാണ് എന്നെ 99-100% പഠിപ്പിച്ചത്. മേനാശാൻ അങ്ങനെ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല. പാലൂർ അച്യുതൻ നായരുടെ ശിഷ്യനാണ് ഞാൻ. ഉണ്ണികൃഷ്ണനെ പറ്റി ഉണ്ണികൃഷ്ണൻ പഠിപ്പിച്ച ആരാണെന്നൊക്കെ ഏതാണ്ട്. അതെ അതെ. ശേഷമാണ് ഉണ്ണികൃഷ്ണൻ കുറച്ച് പഠിച്ചിട്ടാണ് കലാമണ്ഡലത്തിൽ വന്നതെന്നുള്ളത് അറിയാം. അതെ അതെ. തായമ്പയൊക്കെ വിട്ട് തായമ്പ മേള ആരാ പഠിപ്പിച്ചതെന്ന്? നാരായണക്കുറുപ്പ് എന്ന് പറഞ്ഞ ആശാനായിരുന്നു.
ഇവിടെ വന്നിട്ട് അച്ചുണ്ണി കുളാസാൻ പഠിപ്പിക്കുന്നത് ഞാനിങ്ങനെ നേരിട്ട് കണ്ടിട്ടുള്ള, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതൊരു പിന്നെ അവിടുന്ന് സദനത്തിൽ നിന്ന് ചെർപ്പശ്ശേരി ശിവൻ അറിയാലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് 1.5 മാസം അഭ്യസിക്കാനുള്ള ഭാഗ്യം അത് ഏട്ടൻ്റെ ഉത്സാഹത്തിൽ തന്നെയാണ് ഉണ്ടായത്. ഞാൻ അന്ന് കോങ്ങാട് സുകുമാരൻ, കപ്പിളിങ്ങാട് വാസു നമ്പൂരി, ഞാൻ കൈലിയാട്ടൊരു പരമേശ്വരൻ നായർ, അങ്ങനെ ഞങ്ങൾ 4 ആളും കൂട്ടിയിട്ടാണ് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാക്ടീസ് ഉണ്ടായിരുന്നു 1.5 മാസം. അപ്പോൾ അതൊരു ഉപരിപഠനം പോലെ അദ്ദേഹത്തിൻ്റെ അടുത്തും ശിഷ്യപ്പെടാൻ സാധിച്ചു. എനിക്ക് വേറൊരു അത്ഭുതമാണ്, കാരണം ഇങ്ങോട്ടൊക്കെ ഒരുപാട് പഞ്ചവാദിയൊക്കെ ഉണ്ട്. കോട്ടയ്ക്കൽ രവി എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത് കളിക്കോട്ടുകാരനായിട്ടാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അറിയാൻ. അതെ, പക്ഷേ രവി പഞ്ചവാദ്യത്തിന് മദ്ദളം കേമായിട്ട് കൊട്ടും മറ്റേ മെയിനായിട്ടൊക്കെ പോകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്, പക്ഷേ എനിക്കറിയില്ലല്ലോ. അപ്പോൾ പഞ്ചവാദ്യത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു ധാരാളം പോകാൻ, ഇപ്പോൾ കോട്ടയ്ക്കൽ ട്രൂപ്പ് കളിയാണെങ്കിൽ 90-ഉം 100-ഉം ഒക്കെ കളി ഒരു കൊല്ലം കളിക്കാറുണ്ട്. അതിനിടയ്ക്ക് ഈ പഞ്ചവാദ്യത്തിന് പോകാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പഞ്ചവാദ്യം കൊട്ടാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാലത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ മട്ടന്നൂർ പഞ്ചവാദ്യ സംഘത്തിലേക്ക് പിന്നെ ശങ്കരേട്ടനൊക്കെ ആയിട്ടുള്ള ബന്ധം വരലും അവിടെ കുറേശ്ശെ ഞങ്ങൾ ഏട്ടനൊക്കെ ആയിട്ട് ഉത്സവത്തിന് കൂടുതലും പഞ്ചവാദ്യത്തിന് കുറച്ച് ഇത്രയൊന്നും വിപുലമായിട്ടുള്ള പഞ്ചവാദ്യം ആ ഭാഗത്തില്ല. 1.5 മണിക്കൂർ മാക്സിമം ഉള്ളൂ. അത് 3-ാം കാലം മുതലാണ് അവിടെ അധികം ഉണ്ടാവുക. അങ്ങനെ കുറച്ച് കൊട്ടി പരിചയം വന്നു. അങ്ങനെ ഈ ഭാഗത്തും 2-3 നാൾ പഞ്ചവാദ്യം കൊട്ടിയിട്ട് ചിലരൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മണിയന്മാരാര്, കുഞ്ഞുട്ടന്മാരാര്, അവർ കോങ്ങാട് വിജയേട്ടൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ തിരക്കടൊന്നുമില്ല, ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേശ്ശെ കൊണ്ട് വരുത്തി ഇപ്പോഴത്തെ ഇതിലേക്ക് ആയി. അല്ല, അതും പാലൂർ അച്യുതനാരാശനാണോ? അച്യുതനാരാശൻ പഞ്ചവാദ്യം ധാരാളം കൊട്ടിയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല കൊട്ടണത്. സാൻ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നിയ ശിവേട്ടനെ വലിയ ഗുരുനാഥനായിട്ടാണ് കണക്കാക്കാറ് പഞ്ചവാദ്യത്തിന്. ചെർപ്പുളശ്ശേരി ശിവനെ, രവിയുടെ എൻ്റെ മനസ്സിലായില്ല. രവിയുടെ ഗുരുനാഥനാണോ ചെർപ്പുളശ്ശേരി? തീർച്ചയായിട്ടും അതെ. ഞാൻ ചോദിച്ചത് സദനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ അവിടെ ശരിക്കും തന്നെ ഇതുണ്ടായിരുന്നത്. രവി എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, ശിവാശാനെ പറയാറുള്ളൂ, ശിവാശാനെ പഠിപ്പിച്ചിട്ടുണ്ടോന്നൊക്കെ പറയാം. അപ്പം അത് പഞ്ചവാദ്യാണോ? പഞ്ചവാദ്യം ആയിരിക്കുമല്ലോ കൂടുതൽ. പഞ്ചവാദ്യല്ല, കേളിയാണ്. പഞ്ചവാദ്യം സാധാരണ അങ്ങനെ പഠിപ്പിക്കാറൊന്നുമില്ല. ഇതാണ് കൊട്ടിയിട്ടങ്ങോട്ട് പരിചയമാവുക ചെയ്യുക. എന്നാലും അതിൻ്റെ മുഖമൊന്നും പഠിപ്പിക്കില്ലേ. നമ്മൾ സാധാരണ ഈ ഇടകാലം മുതലായിട്ട് പഞ്ചവാദ്യം പഠിപ്പിച്ച് ബാക്കിയൊക്കെ അത് കൊട്ടിയിട്ടാണ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പഞ്ചവാദ്യം മുഖം പഠിക്കും, താളവട്ടങ്ങൾ പഠിപ്പിക്കും, താങ്ങിക്കൊടുക്കൽ, കൂട്ടിക്കൊട്ട് പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. ഇപ്പോൾ ഏതായാലും കഥകളിയിലായാലും പഞ്ചവാദ്യത്തിലായാലും ഒരുപാട് സംഭാവനകളുണ്ടെന്ന് എനിക്കറിയാം. അല്ല, ഞാനിതൊക്കെ കേൾക്കാറുണ്ട്. ഒരുപാട് കൊട്ടാറുണ്ട് കഥകളിക്കും പഞ്ചവാദ്യം. അല്ല, വേറെ കൂടി ഉണ്ട്, സംഭാവനകളുണ്ടോ? അല്ല, സംഭാവനകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറയാം, ഞാനിപ്പോൾ ഈ മാധ്യമങ്ങളിൽ ധാരാളം വരുന്നുണ്ടേ. അപ്പോൾ ഈ പഞ്ചവാദ്യം കൊട്ടുന്നതാണെങ്കിലും അത് കേൾക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. താളം ഇതായതുകൊണ്ട് നമുക്കറിയാവുന്നതുകൊണ്ട് അപ്പോൾ ശ്രമിക്കാറുണ്ട്, അത് കേൾക്കാറുണ്ട്. പിന്നെ കളിക്കൊട്ടനാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ ധാരാളം അനുഭവമുണ്ട്. ശങ്കരേട്ടനും രവിയും, ശങ്കരനും രവിയും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കും ഈ പറഞ്ഞ പോലെ വേറൊരു മൂന്നാമതൊരാളെ അതിപ്പോൾ ഉറക്കെ പറയാൻ വയ്യ. ഇപ്പം ഒരുപാട് പേര് കേവന്മാരുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ പറയാൻ പറ്റില്ല. ചിലപ്പോൾ മനസ്സിന് ഇണങ്ങുന്ന ചില ആൾക്കാർ അതുണ്ടെന്നേ ഉള്ളൂ. അതിലെ പഞ്ചവാദ്യവും അതാ ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ അസ്കീയതയൊന്നുമില്ല, ഒന്നുമില്ല. എന്നെ പോലെ കുറച്ച് ഷുഗർ, കുറച്ച് പ്രഷർ, വേറെ ശാരീരിക വെളിയിൽ പറയണ്ട കേട്ടോ, വേറെ ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അയാളെ കാര്യമൊക്കെ പോക്കാന്ന് പറയും. 3-4 കൊല്ലം മുമ്പ് തൃശ്ശൂർ പൂരത്തിന് മരം വീണ് കാലൊക്കെ ഒടിഞ്ഞു. പൂർണ്ണ മറ്റേ ഭരതരാജനുണ്ടായി. ഒന്നും കുഴപ്പമില്ല, ഒക്കെ പഴയ പോലെ തന്നെ ആയി. അങ്ങനെ നടക്കട്ടെ. ഇപ്പോഴും കഥകളി പഞ്ചവാദ്യം ഒരുപോലെ കൊണ്ടു നടക്കണ അപൂർവം മത്തളക്കാരൻ പറഞ്ഞ പോലെ എനിക്കും മോഹമില്ലായില്ല. എന്നാലും ഇപ്പോഴും ഒരു കൈ നോക്കാൻ ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ തന്നെ പോട്ടെ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇടയ്ക്കൊരു മേളപ്പൊക്കെ കൊണ്ടാം. തീർച്ചയായിട്ടും. പിന്നെ രവിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. കാരണം ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും അത്ര വലിയ ഈ എന്താ പറയണ്ടേ, ഈ മേളത്തിന് വലിയ അല്ലെങ്കിൽ പഞ്ചവാദ്യത്തിന് ഒക്കെ ഇപ്പം പ്രാധാന്യം ഇപ്പം ഉണ്ട്.
പക്ഷേ എന്നാലും അവിടെ അത്രയധികം ആൾക്കാർ ഇതില്ല. ഇപ്പം ഇവിടെ മറ്റേ രവി കഥകളിയുടെ കോട്ടക്കലെ പ്രമാണിയാണ് മദ്ദളത്തിൻ്റെ 89 മുതൽ. അതെ, മദ്ദളത്തിൻ്റെ പ്രമാണിയാണ്. റിട്ടയർ ചെയ്തിട്ടും ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. ഇല്ലേ? ഇല്ല, വൈദ്യശാല ഒഴിവാക്കിയിട്ടില്ല, എന്നെ ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെ ഒരു മഹാഭാഗ്യമായിട്ട് ശേഖരേട്ടൻ അങ്ങനെയായിരുന്നു. അതെ അതെ അതെ. റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ കുറച്ച് ഇപ്പോഴും കോട്ടക്കലെ പ്രമാണിയായിട്ട് പഞ്ചവാദ്യത്തിൽ ഇപ്പോൾ പ്രമാണമാണല്ലോ പ്രധാനം. അത് തിരുവാമ്പാടിയിലെ പാർമാക്കാറ്റ് പൂരങ്ങളുടെ പൂരാണല്ലോ തിരുവമ്പാടി. മടത്തിൽ വരവ് അത് ഇന്ന് വന്നില്ലേ, ബ്രഹ്മസമ്മണത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് ഈ ഇവിടെയൊക്കെ പോകുന്നുണ്ടോ? നെന്മാറ എല്ലായിടത്തും പോകുന്നുണ്ട്. ഓ, ഇനി അങ്ങനെ ഓടി നടന്ന് കൊട്ടാനുള്ള മഹാഭാഗ്യം, ആരോഗ്യം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. ശരി, വളരെ സന്തോഷം ചേട്ടാ.